ഹായ്, നമുക്ക് നാളെ വീക്കെൻഡിലേക്കുള്ള ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ടാർഗറ്റ് ഈ ഒരു ബ്രേക്ക് OB ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു CRT ക്യാൻഡിൽ റേഞ്ച് റിവേഴ്സൽ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡൗൺ FEGന്നും CBന്നും പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ രണ്ട് കേസിൽ നിന്ന് ഇവിടെ ഒരു CRT വെച്ചിട്ട് റിവേഴ്സൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇതായിരുന്നു ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ അതിന് മുമ്പ് FEGന്ന് റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ 22957 ഒരു ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ഇവിടെ ഇന്നത്തെ ഡേ ഹൈ ആയിട്ട് 23235 ഒരു ലിക്വിഡിറ്റി ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വെയിറ്റ് ചെയ്യും, ജസ്റ്റ് ഈ OBയിലും കൂടി ഒന്ന് ടച്ച് ചെയ്യുമെന്ന് നോക്കാനായിട്ട്. ഈ രണ്ട് അടുത്ത് ഒന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു വിക്ക് വെച്ചിട്ട് റിവേഴ്സിൽ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ലിക്വിഡിറ്റിയും സെക്കൻഡ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ആ ഒരു ഡബിൾ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്, അതും ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഡൗൺ സൈഡിലേക്ക്. ഇനി അപ്പ് സൈഡിലേക്കാണ് ഫസ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ OB തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കും. അതിന് മുകളിലേക്ക് ഈ ഒരു ടാർഗറ്റ് 2 ആയിട്ട് വെക്കും. പക്ഷേ നമ്മളൊരു ഡേ നോക്കുകയാണെങ്കിൽ, ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡൗൺ സൈഡിലേക്കുള്ള ഒരു FEGയിൽ ഇന്ന് കറക്റ്റായിട്ടൊരു വിക്കിട്ട് നിർത്തിയേക്കാണ്. സോ നാളെ മേ ബി ഡൗൺ സൈഡിലേക്ക് തന്നെയായിരിക്കും മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്ന് ആണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്ലാനിലാണ് നിഫ്റ്റി ഇരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും സെയിം ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ടോപ്പ് സൈഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ താഴെയാണെങ്കിലും ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഡബിൾ ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ സിമിലർ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നടന്നേക്കുന്നത്. ഇവിടെ ഒരു ടോപ്പ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയും സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയും കൺസിഡർ ചെയ്യാം. അല്ല ഈ ഒരു FEGന്ന് വിക്കിട്ടാണ് നാളെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു ഡേ ഗ്യാപ്പ് ഉണ്ട്, ഡേ CB ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് വരെ ടാർഗറ്റ് വെക്കാം. ഈ ലിക്വിഡിറ്റി പ്ലസ് ഈ ഗ്യാപ്പ് വരെ മൂവ്മെൻ്റ് ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസാണ് നാളെ BNFലും നിഫ്റ്റിയിലും വാച്ച് ചെയ്യുന്നത്. ഓക്കെ.